1968 ആരംഭിച്ചതാണ് ഇതിൻ്റെ ഏറ്റവും ക്ഷേമനായ വിജയം കാലാസാരത്തിൽ യുദ്ധഭൂമി ഇങ്ങനത്തെ നാടകങ്ങളൊക്കെ കൊണ്ട് എഴുതിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് കാലാസാരത്തിൽ ഇന്നുപോലെ കുടുംബത്തിൽ രണ്ടും പോലെയാണ് ഞാൻ കരുതുന്നത്. ഓരോരുത്തരും തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ പ്രായത്തിന് കാലാസാരത്തിൽ വരുന്നതിന് മുമ്പ് സന്ധ്യയെ എന്തൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് കാലാസാരത്തിൽ ഇഞ്ചോട്ടിനെ പറ്റി ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ജയിച്ചെ പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഴുതാത്ത മുകേഷിനെ പറ്റിയും ജയശ്രീയെ പറ്റിയും സന്ധ്യയെ പറ്റിയാണ് എഴുതുന്നത്. അതൊക്കെ എല്ലാവരും പറ്റിയ കാലാസാരത്തിൽ എല്ലാ നാടകങ്ങളും ഞാൻ വിജയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ എത്രയും ഞാൻ ആൾക്കാരോട് പറയാൻ കാരണം എനിക്ക് ആ കുടുംബമായിട്ടുള്ള ബന്ധം പറയാൻ വേണ്ടിയാണ്. അപ്പോൾ സന്ധ്യയുടെ ഭർത്താവായിട്ട് രാജ്യത്തെ വന്നപ്പോൾ ആ കുടുംബാംഗങ്ങൾ എന്നെ എങ്ങനെ സ്വീകരിച്ചു, അതുപോലെ തന്നെ എന്നെ സ്വീകരിച്ചതാണ് അദ്ദേഹം രാജസാറിൻ്റെ നാടകങ്ങളൊക്കെ സതിയല്ലേ ആദ്യം സതിയെ കിട്ടിയ സമയത്തൊക്കെ ആ നാടാൻ ഞാൻ വന്നപ്പോൾ ഞാനങ്ങനെ സിനിമ മുമ്പിലുള്ള വാര്യകളെ കുറിച്ച് റിവ്യൂ എഴുതിയിട്ടുണ്ട്. അറിയില്ല. അതിനുശേഷം എല്ലാ നാടകങ്ങളും പല നാടകങ്ങളും നമുക്ക് ഒരുപാട് വാര്യയിൽ അഭാവം രാജ്യത്ത് വീടൊരു നാടകം ഞാൻ ഒരുപാട് ശാന്തമാണ് ഒരുപാട് നാടകങ്ങളുണ്ടായിരുന്നു. വളരെ സൗഹാർദ്ദപരമായിട്ട് എന്നോട് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിക്കുന്ന കാര്യമാണ്. ഞാൻ കേന്ദ്ര സംഘടനയുടെ കേരളത്തിലെ ഡൽഹി ചെന്നതിലേക്ക് പഞ്ചാബിൽ ചാണി സിംഗ് എന്ന് പറഞ്ഞൊരു മെമ്പറുണ്ടായിരുന്നു. പഞ്ചാബിൽ അദ്ദേഹം പരിചയപ്പെട്ടവരുമായി ആദ്യം വെച്ച് ഗായകത്തെ പരിചയിച്ചു. ഗായകൻ അറിയുന്നത് ഇത് അടുത്ത സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ കാര്യം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇമ്പോൺ ടാലൻ്റായിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഗായകൻ. ഇന്നാണ് ചാണിയാണ്. ഇതോടെ ആരാധന പറ്റി ഒരു പരാമർശിച്ചു. അപ്പോൾ അവർക്കൊക്കെ അൽഹാസിക്കൊക്കെ വലിയ ബഹുമാനം ഉണ്ടായിരുന്നു, വലിയ വിശ്വാസം ഉണ്ടായിരുന്ന, പ്രതീക്ഷ ഉണ്ടായിരുന്ന